ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അതായത് നമുക്ക് ഫ്രൈഡ് റൈസിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല തിക്ക് ഗ്രേവിയുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സാധാ ചെയ്യും പോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, അതുപോലെ തന്നെ ഉപ്പ്, നാരങ്ങാനീര്, തൈര് ഇവയെല്ലാം ചേർത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഒരു 4 വെളുത്തുള്ളി തൊലി കളയാതെ തന്നെ ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് അല്പം പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം കൂടി ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വെളുത്തുള്ളി ഇങ്ങനെ ഇട്ട് വറക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കറിക്കകത്ത് അതനുസരിച്ച് കുറവ് വെളുത്തുള്ളി ചേർത്താൽ മതി. പെരിഞ്ജീരകവും ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം തന്നെ നമുക്ക് ഓരോ പീസ് ചിക്കനായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ പീസുകളെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഏകദേശം ഒരു പരുവത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ആ എണ്ണയിലേക്ക് തന്നെ അല്പം സവാള ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഒരുപാട് ഫ്രൈ ആക്കി എടുക്കുന്നില്ല, ജസ്റ്റ് ഒരുപാട് മൊരിയാതെ തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുള്ളൂ. സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ മുകളിൽ എടുത്തക്ക രീതിയിലുള്ള അത്രയില്ല. ഇതാ കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വേറൊരു പാനിലാണ് കറി ഉണ്ടാക്കുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറുവാപ്പട്ട, ബേ ലീഫ്, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഞാനൊരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളേ. ഇത് രണ്ടും കൂടി ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് സവാള വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനകത്ത് ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വറുത്തെടുത്തത്. അതുകൊണ്ട് മസാലയ്ക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. സവാളയെല്ലാം ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഞാൻ 1 കിലോ ചിക്കനായിരുന്നു എടുത്തത്. ഇനി 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറും വരേക്കും നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കറി വെക്കുമ്പം ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ മസാലയെല്ലാം വഴന്നു വന്നു. നമുക്ക് അടുത്തത് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ ഒരു 2 പച്ചമുളക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. മല്ലിയില ചെറുതായി അരിഞ്ഞു വെച്ചത്, അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ആ മസാലയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വെള്ളം ഒഴിച്ച് ഞാൻ മൂടി വെച്ച് വേവിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെയോ ഡിലേറ്റ് ആയിപ്പോയി. ഇത് കുറച്ച് ദിവസം മുന്നേ ഞാൻ പിടിച്ചു വെച്ചൊരു വീഡിയോ ആയിരുന്നു. ക്ഷമിക്കണം, ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി. വേറെ ഒന്നുമില്ല, ഇങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് അടച്ചു വെച്ച് ആ ചിക്കനിലേക്ക് മസാലയെല്ലാം ഒന്ന് പിടിക്കുന്നവരേക്കും മൂടി വെച്ച് വേവിച്ചാൽ മാത്രം മതി. ഓൾറെഡി ചിക്കൻ വെന്തതാണ്. കണ്ടോ, അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ലാസ്റ്റ് ഇങ്ങനെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള ചിക്കനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.